ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്കവാറും ഒട്ടുമിക്ക സൺഡേകളിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ എങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ച റെസിപ്പി തന്നെയാണ് ഞാനും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ചെയ്തു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. ഇതിപ്പോൾ സവോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, സവോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ചിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഞാനിങ്ങനെ മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കും. ഇത്രയും മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. ഈ പരുവത്തിലൊന്ന് ഇത് നമ്മൾ മിക്സിയിൽ ഒതുക്കിയെടുത്തതാണ്. ആദ്യം അരിഞ്ഞു വെച്ചത് ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ മിക്സിയിൽ ഒതുക്കിയെടുത്ത പകുതി അത് ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും ബ്രൗൺ കളറാകണം കേട്ടോ, നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ആ പച്ചമണം പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം. അത് കഴിഞ്ഞ് തക്കാളി, നമുക്ക് കുറച്ച് പുളിയൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി അരിഞ്ഞെടുക്കുക. 2-3 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിനൊപ്പം മിക്സ് ചെയ്ത് നന്നായിട്ട് പച്ചമണം, തക്കാളിയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചിക്കൻ ഇത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ്, നന്നായിട്ട് കഴുകിയെടുക്കാണ്. ഇനി അത് ആവുമ്പോൾ നമ്മൾ വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യാം ആവശ്യത്തിന്. അത് നല്ലോണം പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ് കുരുമുളക് പൊടി, വയറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടി അടയിട്ട് തന്നെ ഒഴിക്കുക. പിന്നീട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എരിവനുസരിച്ച് ഇടുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ഗരം മസാല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആദ്യം ചേർക്കാം, എന്നാലും നമ്മുടെ ഇഷ്ടം, അതൊക്കെ വേണമെങ്കിൽ ചേർത്തോളൂ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ആഡ് ചെയ്യരുത്. ചൂടുവെള്ളം ഒഴിച്ചാലാണ് എന്താ പറയുക, പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇറച്ചി ഒരു മരവിച്ച പോലെ ഇരിക്കും. അതുകൊണ്ട് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളക്കട്ടെ. ഇനി കുറച്ച് കാശ്മീരി മിർച്ചി, അത് അതിൻ്റെ കൂടെ ചേർക്കാൻ ഞാൻ മറന്നുപോയി, എന്നാലും ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി ഇളക്കുക. മസാലയൊക്കെ എല്ലാം ഇറച്ചിനും പിടിക്കട്ടെ. നന്നായിട്ട് അങ്ങനെ ഇളക്കി മറയ്ക്കുക. മസാല എല്ലാം ചിക്കനിനാവുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി മറയ്ക്കുക. ഇങ്ങനെ ഇളക്കി മറിച്ചിട്ട് നമ്മൾ അടപ്പ് വെച്ച് മൂടി വേവിച്ച് ആ ആവി വെള്ളം കൊണ്ട് അത് വേവണം. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്, ആവി വെള്ളം വന്ന് വേവട്ടെ. കണ്ടോ, ഇത്രയും വെള്ളം ആവി വെള്ളം വീണ്, അത് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കൊന്ന് നോക്കാം ഇറച്ചി വെന്തോ ഇല്ലെന്നുള്ളത്. വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി നേരം മൂടി വെച്ച് നിങ്ങൾ വേവിക്കുക, നിങ്ങളുടെ വേവിന് അനുസരിച്ച്. എനിക്കത് വെന്തോ ഇല്ല എന്നുള്ളത് എനിക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. എൻ്റെ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ടുണ്ട്.